വൻ വിജയത്തിന് പിന്നാലെ ബീഹാർ ജനതയ്ക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ഇനി ജംഗിൾ രാജ് മടങ്ങി വരില്ലെന്നും ജനങ്ങൾ വികസനത്തിനാണ് വോട്ട് ചെയ്തതെന്നും ഡൽഹി BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ യുവാക്കൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ശക്തമായി പിന്തുണച്ചു. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള വിശ്വാസം ശക്തമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. लेकिन आज मैं फिर कहना चाहता हूं, मैं कहूंगा वापस नहीं आएगी कट्टा सरकार, अब वापस नहीं आएगी, अब वापस नहीं आएगी। बिहार के लोगों ने विकसित बिहार के लिए मतदान किया है। बिहार के लोगों ने समृद्ध बिहार के लिए मतदान किया है। साथियों, आज सिर्फ एनडीए की विजय ही नहीं हुई है, ये लोकतंत्र की भी विजय है। भारत के लोकतंत्र पर भरोसा करने वालों की भी विजय है। इस चुनाव ने भारत के चुनाव आयोग पर जनता के विश्वास को और मजबूत किया है। ഇന്നത്തെ വിജയം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും BJP പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആർ അച്യുതൻ ഡൽഹി BJP ആസ്ഥാനത്തിന് മുമ്പിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അച്യുതൻ, പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ ആ പ്രസംഗത്തിന്റെ ഭൂരിഭാഗം സമയവും ഉപയോഗിച്ചത് കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാണ്. കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയതുകൊണ്ട് RJDക്ക് ഇത്രയും വലിയ നാണക്കേട് നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉയർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം SIR ആണ്. അതിനുള്ള SIRനുള്ള പ്രധാനമന്ത്രിയുടെ ന്യായീകരണം, അടുത്തത് ബംഗാൾ എന്ന പ്രഖ്യാപനം. അച്യുതൻ. റിജിത്ത്, ബീഹാറിലെ ആ വിജയത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് ജനങ്ങളെ, പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഒപ്പം തന്നെ RJDക്കെതിരെയും കോൺഗ്രസിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ്. ജംഗിൾ രാജ് മടങ്ങി വരില്ല, ഇനി ബീഹാറിന്റെ മണ്ണിലേക്ക് മടങ്ങി വരില്ല എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. 2010 ശേഷം റെക്കോർഡ് വിജയം അത് ഇത്തവണ ബീഹാർ ജനത നൽകി. വികസന രാഷ്ട്രീയത്തിനൊപ്പമാണ് ബീഹാറിലെ ജനങ്ങൾ നിന്നത്. എന്നാൽ പ്രീണന രാഷ്ട്രീയത്തെ പൂർണ്ണമായും എതിർത്തു എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം RJDയെയും കോൺഗ്രസിനെയും വിമർശിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. അതായത് കോൺഗ്രസ് രണ്ട് പാർട്ടികളും പ്രീണന രാഷ്ട്രീയത്തെ മുൻനിർത്തിയായിരുന്നു ഇത്രയും കാലം ബീഹാറിൽ പല പ്രവർത്തനങ്ങളും നടത്തിയത്. അവർ ബീഹാർ ജനതയ്ക്ക് വേണ്ടി ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല, വികസനത്തെ പോലും ഇവർ എതിർത്തിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്ന് ബീഹാറിലെ വനിതാ വോട്ടർമാരായിരുന്നാലും യുവ വോട്ടർമാരായിരുന്നാലും ഇന്ന് BJPക്കൊപ്പമാണ്, NDAക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ നിതീഷ് കുമാറിന്റെ ആ ഒരു നേതൃത്വത്തെ പ്രശംസിക്കുകയും പ്രധാനമന്ത്രി ചെയ്യുകയുണ്ടായി. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് RJDയും കോൺഗ്രസും ചേർന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വോട്ടിന് വേണ്ടി ധ്രുവീകരണം അടക്കം നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് പ്രധാനമായും സർക്കാർ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ ഇത്തവണ വോട്ടർ ശുദ്ധീകരണം, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ബീഹാറിലെ ജനങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ ആ ഒരു ശുദ്ധീകരണം നടത്താൻ കഴിഞ്ഞു. ഇനി മറ്റിടങ്ങളിലും ഈ തീവ്ര വോട്ടർ പരിഷ്കരണം പൂർത്തിയാക്കും, ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ പൂർത്തിയാക്കും. തെറ്റായ ദിശ തെളിയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ബീഹാറിലെ ജനങ്ങൾ നിലകൊള്ളില്ല എന്ന കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി നൽകി എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലും തമിഴ്നാടും ബംഗാളും അസം ഉൾപ്പെടെ ഇനി തെരഞ്ഞെടുപ്പ് വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ബീഹാറിലെ വിജയം അവിടുത്തെ പ്രവർത്തകർക്ക് കൂടി ഊർജ്ജമാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ഈ BJP ആസ്ഥാനത്ത് അഭിസംബോധനാ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഏറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടും മഹാസഖ്യത്തെ, ഇന്ത്യ സഖ്യത്തെ വിമർശിച്ചുകൊണ്ടുമായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. ശ്രീജിത്ത്, NDAയുടെ ആത്മവിശ്വാസം 10 ഇരട്ടി വർദ്ധിപ്പിക്കുന്നതാണ് ബീഹാറിലെ വമ്പൻ ജയം. അത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. കോൺഗ്രസിന് അതിരൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായി. ഒപ്പം തന്നെ RJDക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമൊക്കെ പ്രധാനമന്ത്രിയുടെ വിമർശനമുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.